നമസ്കാരം. ഷെബിബാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ വീഡിയോയിലും ചില പ്രധാന കാഴ്ചകളും അതിൻ്റെ വിവരണങ്ങളെ കുറിച്ചുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താറുള്ളത്. ഇന്നും ഒരു വെറൈറ്റി വീഡിയോയുമായി ഒരു ട്രാവൽ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും എൻ്റെ ഫാമിലിയും ഒന്നിച്ച് കുറ്റിപ്പുറം, അതായത് കാസർഗോഡിൽ നിന്നും ഒരു 7 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് കുറ്റിപ്പുറത്തുള്ള എൻ്റെ ഒരു സ്നേഹിതന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കാലാവസ്ഥയും കൂടി അനുകൂലമായാൽ അവിടെ നിന്ന് മുന്നാർ, തേക്കടി പോലുള്ള സ്ഥലങ്ങളും കൂടി സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങള് ഏകദേശം യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കല്യാണത്തിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പോകുന്ന സ്ഥലത്തുള്ള പ്രധാന കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ തീർച്ചയായും കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ സ്വന്തം നാടായ കാസർഗോഡ് ജില്ലയിലെ പനത്തടിയിൽ നിന്നും 250 കിലോമീറ്റർ ദൂരെയാണ് കുറ്റിപ്പുറം നിയാസിന്റെ വീട്. ഗൂഗിൾ മാപ്പിൽ 8 മണിക്കൂറോളം ആണ് സമയം കാണിക്കുന്നത്. നിയാസ് UAE-യിൽ എന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നിക്കാഹാണ് നാളെ. ഞങ്ങളുടെ MD അബ്ദുൽ കലാം സാറിന്റെ അളിയനും കൂടിയാണ്. നാളെ രാവിലെ 11 മണിക്കാണ് റിസപ്ഷൻ. നാഷണൽ ഹൈവേ 66ന്റെ വർക്ക് നടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളിലെല്ലാം സ്ലോ മൂവിംഗുമാണ്. ഗൂഗിൾ പറഞ്ഞ പോലെ 8 മണിക്കൂർ മതിയാകുമെന്ന് തോന്നുന്നില്ല. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി കോരൻ പീടിക എന്ന സ്ഥലത്ത് നിർത്തി. ശേഷം ലഞ്ചൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. കുറെ ദൂരം നല്ല റോഡിന് ശേഷമുള്ള ടോൾ 150 രൂപയാണ് ഇവിടെ ടോളിനായി ഇവർ ഈടാക്കുന്നത്. ഹൈവേ സൈഡിൽ ഒരു ചായ കുടിക്കാൻ നിർത്തി. നീണ്ട 12 മണിക്കൂറുകൾക്ക് ശേഷം കുറ്റിപ്പുറം എത്തി. എടപ്പാൾ ഗോൾഡൻ ടവറിൽ ആണ് റൂം. എടപ്പാൾ വലിയ സൗകര്യങ്ങളൊക്കെയുള്ള നല്ല ഒരു ടൗൺ കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് റെഡിയായി. 10:30 മണിക്കാണ് നിക്കാഹിന് പോകാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങള് ഈ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഞങ്ങള് തവനൂർ നിയാസിന്റെ വീട്ടിലേക്ക് പോവാണ്. ഫിൽസ, റൂം ഇഷ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നമ്മളിനി എങ്ങോട്ട്? വെഡിങ്. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉള്ള മാളിലെ ഫുഡ് കോർട്ടിലാണ് പോയത്. ഗീ റോസ്റ്റൊക്കെ കഴിച്ച് നിക്കാഹ് നടക്കുന്ന VBK കൺവെൻഷൻ സെന്ററിൽ ഹാളിലെത്തി. വധുവിന്റെ പിതാവ് CPI-യുടെ MPയും കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആളുമാണ് VP സുനീർ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആർഭാടം ഒന്നുമില്ലാതെയായിരുന്നു ഫംഗ്ഷൻ നടത്തിയിരുന്നത്. എന്നിരുന്നാലും ഫംഗ്ഷനിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ശ്രീ ബിനോയ് വിശ്വം, വഹാബ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സന്നിഹിതരായിരുന്നു. നല്ല മലബാർ മട്ടൻ ബിരിയാണിയും അല്പം സ്വീറ്റൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞു. ഇനി ആലുവയിലുള്ള എന്റെ മൂത്ത സഹോദരന്റെ ഫ്ലാറ്റിലേക്കാണ്. അവിടെ അല്പം റെസ്റ്റ് എടുത്ത് മൂന്നാറിലേക്കും പോകണം. ആലുവയിലുള്ള അക്വാസിറ്റി റെസിഡൻഷ്യൽ ആണ് ഫ്ലാറ്റ്. കായലിനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന ഈ ഫ്ലാറ്റിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരവുമാണ്. ഏഴ് മണിയോടുകൂടി മുന്നാറിലേക്ക് പുറപ്പെട്ടു. 4-5 മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേണം മുന്നാറിലെത്താൻ. ആലുവയിലുള്ള പച്ചമുളക് റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് കഴിച്ച് മൂന്നാറിലേക്ക്. രാത്രി 12 മണിയോടുകൂടി മൂന്നാറിലെത്തി. മഴ കാരണം യാത്ര തടസ്സപ്പെടുമോ എന്ന ഭയം കാരണം റൂം മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നില്ല. അത്യാവശ്യം സൗകര്യമുള്ള ഒരു റൂം തന്നെ എടുത്തു. രാവിലെ 8:30 തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മൂന്നാർ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണവും ഹിൽ സ്റ്റേഷനുമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിനെ ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നും വിളിക്കുന്നു. ഇത് ഒരു ജനപ്രിയ ഹണിമൂൺ ഡെസ്റ്റിനേഷനുമാണ്.
ഇന്ത്യയിലെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു പട്ടണമാണ് മൂന്നാർ. ഒരു ഹിൽ സ്റ്റേഷനും ബ്രിട്ടീഷ് രാജ് വരേണ്യവർഗത്തിന്റെ മുൻ റിസോർട്ടും 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സ്ഥാപിതമായ തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മൂന്നാർ. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി തഹറിന്റെ ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ലക്കം വെള്ളച്ചാട്ടവും കാൽനട യാത്രകളും 2695 മീറ്റർ ഉയരമുള്ള ആനമുടി കൊടുമുടിയുമുണ്ട്. ഞാൻ മുന്നാറിലെ മാട്ടുപ്പെട്ടി ടോപ്പ് ഹില്ലിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ ഒരു തേയിലത്തോട്ടം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മൂന്നാറിലെ ആനമുടി കൊടുമുടികൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് മാട്ടുപ്പെട്ടി. പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും തേയിലത്തോട്ടങ്ങളും ഇടതൂർന്ന കാടുകളും തണുത്ത കാറ്റും ആസ്വദിക്കാൻ പ്രകൃതി സ്നേഹികൾ മാട്ടുപ്പെട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നു. മാട്ടുപ്പെട്ടിയിലെ ഏറ്റവും രസകരമായ സ്ഥലങ്ങൾ അണക്കെട്ടും തടാകങ്ങളുമാണ്. മാട്ടുപ്പെട്ടി അണക്കെട്ട് ഒരു കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ്. ഇപ്പോൾ നിരവധി വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സങ്കേതമാണ്. തടാകത്തിലെ നിശ്ചലമായ വെള്ളത്തിൽ ബോട്ടിംഗ് നടത്തുന്നത് ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളും മരുഭൂമിയും ആസ്വദിക്കാനുള്ള മികച്ച ഒരു അവസരവുമാണ്. ഇൻഡോ സ്വിസ് ലൈവ് സ്റ്റോക്ക് പ്രൊജക്ടിന്റെ ഫലമായി കന്നുകാലി ഫാം മറ്റൊരു ആകർഷണമാണ്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളിൽ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള കന്നുകാലികൾ മാട്ടുപ്പെട്ടിയിലെ വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന മനോഹരമായ ഗ്രാമീണ കാഴ്ചയാണ്. മാട്ടുപ്പെട്ടി കാണാതെയുള്ള മൂന്നാർ സന്ദർശനം അപൂർണമാണ്. ഈ കാണുന്ന വിധത്തിൽ പലവിധ പോസുകളിൽ നിർത്തിച്ച് ഫോട്ടോ എടുത്തു തരാൻ നിരവധി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സിനെയും കാണാം. 100 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക്. പ്രിന്റ് ഉടനെ തന്നെ തരും. കൂടാതെ സോഫ്റ്റ് കോപ്പി മൊബൈലിൽ ട്രാൻസ്ഫർ ചെയ്തു തരും. നല്ലത്. മാട്ടുപ്പെട്ടിയിലേക്കുള്ള വഴിയിലെ എലിഫന്റ് പാർക്ക് കാണാതെ പോകരുത്. ആനസവാരിക്ക് ഒരാൾക്ക് 700 രൂപയാണ്. കൂടാതെ 300 രൂപ കൂടി കൊടുത്താൽ നമ്മുടെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് അവരുടെ SLR-ൽ 20ഓളം വ്യത്യസ്ത തരത്തിലുള്ള ഫോട്ടോസ് എടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു തരും. വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ നിരവധി ടീ ഫാക്ടറികൾ കാണുവാൻ സാധിക്കും. അവിടെ നിന്നും അവരുടെ ചായ കുടിച്ച് ചായപ്പൊടികൾ വാങ്ങുവാനും ഉള്ള അവസരമാണുള്ളത്. 300 രൂപ കൊടുത്ത് ടീ പ്രോസസ്സിംഗ് കാണാം. പക്ഷേ വീഡിയോഗ്രാഫി അനുവദനീയമല്ല. മുന്നാറിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള കുണ്ടള ഡാം മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. We are standing in front of the Kundala Dam. പെരിയാർ നദിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പച്ചയായ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വർഷത്തിൽ 2 തവണ പൂക്കുന്ന ചെറി ബ്ലോസം മരങ്ങളും ഈ പ്രദേശത്തിനുണ്ട്. മലനിരകളിലെ നീലക്കുറിഞ്ഞി പൂക്കളുടെ ഉജ്ജ്വലമായ പർപ്പിൾ കളർ മലനിരകളെ മൂടി പൊതിഞ്ഞ നിലയിൽ കാണാൻ കഴിയും. 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ പൂക്കൾ വിരിയുന്നത്. തൊട്ടടുത്തുള്ള കുണ്ടള തടാകവും സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ അനുഭവം നൽകുന്നു. തടാക പര്യവേഷണം ചെയ്യുവാനും കാഴ്ചകൾ ആസ്വദിക്കുവാനും പെഡൽ ബോട്ടുകളും വാടകയ്ക്ക് എടുക്കാം. ഇനി ഹിൽ ടോപ്പിലേക്കാണ്. 20 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായി വഴിയോര കച്ചവടങ്ങളും നിരവധി കുരങ്ങുകളെയും കാണാം. കുരങ്ങന്മാർ നമുക്കൊരു മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നതെങ്കിലും കച്ചവടക്കാർക്ക് ഇവരെ കൊണ്ട് മഹാശല്യമാണ്. ഇത് കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന തോട്ടം കാണുവാനുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. മൂന്നാറിലെ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷനും എക്കോ പോയിന്റും കഴിഞ്ഞ് മാട്ടുപ്പെട്ടി സ്പീഡ് ബോട്ട് സർവീസിന്റെ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത്. വെള്ളച്ചാട്ടം മാത്രമല്ല,
പുറകില് വലിയൊരു ലേക്ക് കിടക്കാണ്. അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. ചേട്ടൻ്റെ അടുത്ത് പോയി നോക്കാം. ഇങ്ങനെ നിരവധി ഗ്രാമീണരായ ആൾക്കാർ ഇതുപോലെ മീൻ പിടിച്ചിരിക്കുന്നത് സാധാരണമായ ഒരു കാഴ്ചയാണ്. ഇനി മാടുപ്പെട്ടി ഡാം. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാടുപ്പെട്ടി അണക്കെട്ട് ജലവൈദ്യുതത്തിനായി ജലം സംരക്ഷിക്കുന്ന കേരളത്തിലെ മലനിരകളിൽ നിർമ്മിച്ച ഒരു സംഭരണ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ്. ഇടുക്കി ജില്ലയുടെ സുപ്രധാനമായ ഊർജ്ജ സ്രോതസ്സും വൻ വരുമാനവും കൂടിയാണിത്. വറ്റാത്ത ജലത്തിന്റെ വലിയ അളവ് വന്യമൃഗങ്ങളെയും പക്ഷികളെയും തഴച്ചു വളരുവാൻ സഹായിക്കുന്നു. അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EU ഫിലിപ്പോസ് ആണ്. അണക്കെട്ടിന്റെ ഉയരം 83.35 മീറ്റർ നീളവും 237.74 മീറ്ററുമാണ്. ഇവിടെ ചെറിയ ഡാമുകളും ബോട്ടുകളും നിരവധി ഉണ്ടെങ്കിലും ഇവിടുത്തെ ഡാമും സ്പീഡ് ബോട്ടും ആണ് ഏറ്റവും വലുതും രസകരവുമായിട്ടുള്ളത്. 1180 രൂപയാണ് 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ടിന്റെ ചാർജ്. ഇവിടെ തന്നെയാണ് അഡ്വഞ്ചർ സോൺ. ഒരാൾക്ക് 500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ സിപ്പ് ലൈൻ, സ്കൈ സൈക്കിൾ, സ്കെയറി ഹൗസ് തുടങ്ങി 15ഓളം ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെയാണ് ഇവിടെ ചെലവഴിക്കാനുള്ളത്. മുന്നാറിലെ കാഴ്ചകളെല്ലാം വേണ്ടുവോളം ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും ആലുവയിലേക്ക്. ആദം നല്ല ഉറക്കത്തിൽ, ഫിൽസ അവരുടെ ഇഷ്ടവിനോദമായ ഡ്രോയിങ്ങിലും. ഉള്ളത് ആലുവയിലുള്ള എൻ്റെ ബ്രദർ അബ്ദുറഹ്മാന്റെ ഫ്ലാറ്റിലാണ്. ഇന്നലെ ഞങ്ങൾ മുന്നാറിൽ നിന്നും വന്നും രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ കുളിച്ച് ഫ്രഷ് ആയിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മുടെ കാസർഗോഡിലുള്ള വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. കാമത്ത് റെസ്റ്റോറന്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് ബ്രദർ അബ്ദുറഹ്മാൻ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കോട്ടയത്തേക്കും ഞങ്ങൾ തിരിച്ച് കാസർഗോഡിലേക്കും യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഏകദേശം 10 മുതൽ 12 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം എൻ്റെ പനത്തടിയിലുള്ള വീട്ടിലേക്ക് എത്താൻ. കഴിഞ്ഞ 3-4 ദിവസത്തെ യാത്രക്കിടയിൽ മഴ കാരണം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള എൻ്റെ ഈ 12 മണിക്കൂർ യാത്രയിലും മഴ ഒരു തടസ്സമാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.